ഇന്ന് നമുക്ക് റവയും തേങ്ങയും കൊണ്ട് ആവിയിൽ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. അതിന് ആദ്യം ഞാൻ അരക്കപ്പ് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലോണം മൂപ്പിച്ചെടുക്കണ്ട. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നീട് 1 കപ്പ് റവയാണ് ഞാനിതിന് എടുത്തിട്ടുള്ളത്. അത് വറുത്തതോ വറുക്കാത്തതോ നമ്മളെ ഇഷ്ടം പോലെ എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്നത് ഫൈൻ പരുവത്തിൽ അരിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തതാണിത്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിടാം. അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അത് നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ മധുരത്തിനായിട്ട് പഞ്ചസാര പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ശർക്കര വേണ്ടവർക്ക് ശർക്കര എടുക്കാം. ശർക്കര ഒന്ന് അലിയിച്ചിട്ട് തണുത്തതിന് ശേഷം അത് ഉപയോഗിക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടിച്ചപ്പം ഇങ്ങനെയുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ അടിച്ചെടുത്ത ആ റവ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം വേണം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം അടിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഇനി മാറ്റാം. വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയെടുത്ത ആ തേങ്ങയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടി അടിച്ച പൊടിയാണ് ഇട്ട് കൊടുത്തത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നീട് അത് കുറച്ച് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്, ഏലക്കാപ്പൊടിയും ആ ഉപ്പും കൂടി. ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നീട് നമ്മൾ തുറന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും പൊങ്ങുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഈ നാരങ്ങൻ്റെ നീര് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ആ ചെറുനാരങ്ങ നീരും ആ ബേക്കിംഗ് സോഡയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ നമുക്ക് എണ്ണ തടവാം. സൈഡിലും നടുക്കും എല്ലായിടത്തും വേഗം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഇഡ്ഡലിച്ചെമ്പിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. തട്ടിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേത ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്, ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി മാവ് പാത്രത്തിലോട്ട്
നല്ല കട്ടിയില്ല, നല്ല ലൂസും അല്ല. ആ പരുവത്തിൽ നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിൽ വറുത്തിട്ട് ഇതിൻ്റെ മേതിടുന്നുണ്ട്. അതിടണമെന്നൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെ ഇഡ്ഡലി ചെമ്പിലെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് അങ്ങനെ. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിന് മുകളിൽ പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നാണ്. എൻ്റേത് പിടിച്ചിട്ടില്ല സ്റ്റിക്കിൻ്റെ മുകളിൽ, അപ്പം വെന്തിട്ടുണ്ട്. പിന്നീട് ഞാനത് കട്ട് ചെയ്ത് അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.